ഇല്ലില്ല ഒന്നും നമ്മുടെ ഇടപാടൊന്നും തീർച്ചയല്ല. കാരണം എന്തോല്ലോ പക്ഷെ നമ്മുടെ സ്വർണ്ണം എന്താ പറയാമോ നമ്മൾ വിചാരിച്ച് ഇവന്റെ സ്വത്തുണ്ടല്ലോ കൊച്ചിന് കൊടുക്കും എന്ന് വിചാരിച്ചു. ഇപ്പൊ നമ്മളെ ഇവന് സ്വത്ത് വല്ലതും ഉണ്ടോ ഇതിന്? ഇപ്പൊ ഇതിന് സ്വത്ത് വല്ലതും ഉണ്ടോ? ഇവന്റെ എല്ലാം ബാങ്ക് ചെക്ക് ചെയ്തെന്നല്ലേ പറയുന്നത്. ഇങ്ങനെ പലരും വാങ്ങിച്ചെന്നാണല്ലോ പറയുന്നത്. ഈ വീട് നിൽക്കുന്നതും ആ പ്രസേനന്റെ മോള് വാങ്ങിച്ചെന്നോ ഒക്കെ പറയുന്നല്ലോ അമ്മ. ആളുകൾ ചുമ്മാ പറയുമോ വാങ്ങിക്കാതെ അങ്ങനെ പറയുമോ വാങ്ങിച്ചെന്ന്? അവരവിടെ പണിയുന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. മണ്ണേക്ക് പോകാൻ വേണ്ടി. മണ്ണയുടെ അത് ശ്യാമെന്ന് പറയുന്ന ആൾ കഴിച്ചു പോയോ? എന്തോ അമ്മ 4 മാസത്തെ. എന്ത് പറ്റിയതാ അമ്മ? ആ ആ എന്നോട് പലരും പറഞ്ഞു. എന്നുവെച്ചാൽ വാങ്ങി ഇവിടെയൊക്കെ ഉള്ളവർ ഇവിടെ ഉള്ളവർ പയ്യനുണ്ടാവും. ആ പയ്യൻ പറഞ്ഞ് എല്ലാം വാങ്ങിച്ചു. അത് ഈ ഫ്രണ്ടിലൊക്കെ നടക്കുന്നുണ്ടല്ലോ അതൊക്കെയാണ് ഒരു പട്ടാളക്കാരനൊക്കെ ഉള്ള വീടുണ്ടല്ലോ. അതിന് തന്നെ കിഴക്കുവശത്തുള്ള പട്ടാളക്കാരൻ ഒക്കെ ഉള്ള അവരൊക്കെ വാങ്ങിക്കുന്നാണല്ലോ പറയുന്നത്. അതെല്ലാം വാങ്ങിച്ച് അവരെ പൂവിനെ പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതിന് ചുമ്മാ അല്ലല്ലോ. അപ്പൊ നമുക്ക് ഇവൻ നമ്മുടെ എല്ലാം അപ്പൊ നമ്മുടെ സ്വർണ്ണം എന്തായാലും വേണം. എന്റെ കൊച്ചിന് എന്തോ നമ്മൾ വിചാരിച്ചു സ്വത്തുണ്ടല്ലോ ഇതുണ്ടല്ലോ വിചാരിച്ചു. അങ്ങനെയുള്ളതൊന്നും ഇല്ലല്ലോ. നമ്മളിനി അങ്ങനെ ചുമ്മാ ഇരുന്ന് കാര്യം വരില്ല. ഇത് നമുക്ക് അവസാനമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് എങ്ങനെ വിചാരിച്ചു എന്റെ കൊച്ചിന് കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാ നമ്മള് അങ്ങ് സ്വർണം ഇതിനെ കുറിച്ചൊന്നും അധികമൊന്നും സംസാരിക്കാതെ ഇരുന്നത്. ഇല്ലില്ല ഞങ്ങളൊന്നും എന്തിനാ വിളിക്കേണ്ട കാര്യം? ഇല്ലില്ല അങ്ങനൊന്നും ഇല്ല. നമുക്ക് അവനുമായിട്ട് അങ്ങനത്തെ വിളിക്കണ്ടേ പറയേണ്ട യാതൊരു കാര്യങ്ങളും ഇല്ല. എന്റെ ജീവിതത്തിലില്ല. അവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ്. അവനെ വീട്ടിലെ കയറ്റാൻ കൊള്ളാത്ത അത്ര ഇതാ. അതാ ഇല്ലാതെ വരും. മമ്മ ഈ അവിടെ കിടക്കുന്നതിന് ഫ്രണ്ടിൽ കിടക്കുന്നതൊന്നും ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഈ ചാട്ടിക്കടയുടെ മുന്നിലുണ്ടായിരുന്നു അതുണ്ടോ? ആ വീട് വെച്ചിട്ടില്ലായിരുന്നു. ആ വീട് വെച്ചിട്ടില്ല. എനിക്കറിയാം വീട് വെച്ചിട്ടില്ലായിരുന്നു. തെക്കത്തത് വെച്ചിട്ടുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. തെക്കത്തത് മാമനും ചേർക്കണേ മാമ. പിന്നെ മാമൻ എത്തിയിട്ടുണ്ടോ? അവിടെ ആരും ഇപ്പം ഈ സെക്രട്ടറി പ്രസിഡന്റും ഒക്കെ. ആ ആ ആ നമ്മുടെ കയ്യിൽ കാശ് പറയുന്നു അമ്മ പിടിച്ച് വാങ്ങിക്കും. അങ്ങനെ അറിയത്തില്ലയോ? ആ ഇപ്പൊ പിന്നെ ആരാ നമ്മ പ്രസിഡന്റ് ഒക്കെ?
ആ കുമാറോ ഇല്ല കാർ ഡ്രൈവർ കുമാറോ ഒറ്റാഴ്ചയൊന്നുമില്ല നമ്മൾ എല്ലാം നമുക്ക് കള്ളന്മാരാണല്ലോ ഒരു മാന്യതയെന്ന് പറയുന്നത് എന്നാലും നമുക്ക് കമ്മല്ലേ കണ്ടില്ലോ നാട്ടിലെ കഴിയണമല്ലോ ആ നിയമം അറിയുന്ന ആളാ നിൽക്കണം ഇവനെ കൊണ്ട് ഇവൻ നമ്മൾ വിചാരിച്ച് ഇവൻ എന്റെ കൊച്ചിന് സ്വത്ത് കൊടുക്കുമല്ലോ പക്ഷെ പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും ഇതിനൊക്കെ കുഞ്ഞിന്റെ ഒരു മാല പോലും ഇവിടെ കഴിക്കാനില്ലെന്നുള്ളതാ. ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇങ്ങോട്ട് വരുമായിരുന്നു ഇങ്ങോട്ട് വന്നിട്ടുണ്ട് 2 പ്രാവശ്യം വന്നു ഞാൻ വന്നതിന് ശേഷം. ആ ഇവിടെ വന്നിട്ടുണ്ട് മാമ. ആ 2 പ്രാവശ്യം നമ്മുടെ വീട്ടിൽ വന്നു. അതാ മാമ ഒന്ന് ആക്കണം മാമ മാമനെ ഒന്ന് ഇടപെടണം മാമ. മാമനെ അറിയുന്ന ആളാണല്ലോ നമ്മുടെ ആക്കിയേ പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇവന് വലിയ ഉടായിപ്പായിരുന്നു വലിയ നമ്പർ 1 ഫ്രോഡാവണം വലിയ നമ്പർ 1 ഫ്രോഡാ ഇവനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് കണ്ടൂക്കാരൻ ഇവന് ഇതിന്റെ അന്വേഷിച്ചു മാമ അവന് അതിനേക്കാട്ട് വലിയ ഫ്രോഡാ. ഇതിന് അവിടെയൊക്കെ ആളുടെ വിലപ്പുറത്തായിരുന്നെന്നായിരുന്നല്ലോ പറയുന്നത് മാമ. ആ ആ വെളിയിലൊക്കെ ഇവൻ പോയിട്ട് അവിടുന്നൊക്കെ തിരിച്ചു വന്നേക്ക് എന്നോട് ആൾക്കാർ പറഞ്ഞു കണ്ടവരുടെയൊക്കെ പെരപ്പുറത്താ ഇവൻ കേൾക്കത്തില്ല ഇവൻ ആരുടെയൊക്കെ പെരപ്പുറത്തായിരുന്നെന്ന് ഞാൻ എൻ്റെ അറിവ്. ഇതുപോലെ കുറെ കള്ളജാതി ഭയങ്കര ക്രിമിനലുകളാണ് അമ്മയന്മാര് ഭയങ്കര ക്രിമിനൽ സൈഡുള്ളമാർക്കുള്ളത് വലിയ വലിയ ഇവന്മാരെ കൊണ്ട് നമ്മൾ വിചാരിക്കുന്നവന്മാരല്ല ഇവന്മാര്. ആ ജൂണില് വന്നു ജൂണില് മാമ ജൂണില്. ആ ആ ആ അമ്മയ്ക്ക് കുഴപ്പമില്ല. മറ്റവരെ ഒന്ന് പറഞ്ഞു വിട്ടു നമ്മള് വലിയ അവരും വലിയ ഇതിന്റെ ഒക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അവര് എന്റെ അമ്മയുടെ അനിയത്തി എന്ന് പറഞ്ഞൊക്കെ ഉണ്ടല്ലോ മല്ലൂക്കാ ഉണ്ട് അവര് ആ ആ ആ ആ ആ കൊടിയഞ്ചിട്ടൻ പാവോ ഇവര് വലിയ കേരിയാ കൊടിയഞ്ചിട്ടൻ ആ എവിടാന്ന് പറഞ്ഞില്ല ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആവണം വലിയ കളിയാ നമ്പർ 1 കളിയാ അതാ മാമന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കും അതാ. ആ ഇവരിപ്പോ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി എടുത്തു നമ്പർ ഫോണാ ഒന്നും അറിയത്തില്ല ഏതാണ്ട് എങ്ങാണ്ടൊക്കെയാണെന്നാ പറയുന്നത്. നമ്മുടെ പുറകിലും കുറെ ആൾക്കാരെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ച് നമുക്ക് എതിരെ വയസ്സില്ല ഇല്ല പണ്ടത്തെ പോലെ. എവിടെ നമ്മുടെ വീടിനടുത്തൊന്നും ഇല്ല ഇവര് നമ്മുടെ വീടിനടുത്ത് വരാൻ ഭൂമിയോ വരാൻ ഇവർക്കൊന്നും ഇല്ല. അത് ഇതെല്ലാം എന്റെ അമ്മയുടെ ഒരു പങ്കമല്ലേ ഇവിടെ ഓലവെട്ടി അല്ലല്ലോ. ആ എന്റെ അച്ഛൻ്റെ ആയില്ലോ ഓലവെട്ടി എന്താ അമ്മ അവിടെയൊന്നും ഇല്ല ഇവര് അവിടെയൊന്നും ഇല്ലെന്ന് അറിയുക. ഇതില്ല പണ്ടത്തെ ഓഹരി ഇവര് പണ്ടേ വിറ്റിട്ട് അമ്മയുടെ തന്നെ ഒരു അനിയത്തിയുടെ മോന് വിറ്റായിരുന്നു. അന്നേ തന്നെ എത്രയോ 11-12 ലക്ഷം രൂപ കിട്ടിയത് എല്ലാം എന്റെ അനിയത്തിയോട് വാങ്ങിക്കൊണ്ട് പോയെന്നാണ്